ഹലോ നമസ്കാരം, ശൈലം പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ പത്രങ്ങളിലെ വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടൊരു കാര്യമാണ്. നമ്മുടെ ലോക്സഭാ സ്പീക്കറായിട്ടുള്ള ശ്രീ ഓം ബിർളയ്ക്കെതിരായിട്ട് അദ്ദേഹത്തെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള പ്രമേയം നമ്മുടെ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ലോക്സഭാ സ്പീക്കറെ പുറത്താക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അതിന് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് അതിനുള്ള കണ്ടീഷൻ, ഭരണഘടനാപരമായിട്ടുള്ളതും മറ്റ് നിയമപരമായിട്ടുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ലോക്സഭാ സ്പീക്കറെ ഡെപ്യൂട്ടി സ്പീക്കറെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടനയെ പറയുന്ന ആർട്ടിക്കിൾ 94 നമ്മൾ അതിനകത്ത് വലിയ ഡെപ്തിലൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പറയുന്നില്ല. നമുക്ക് ഭരണഘടനയെക്കാളും അതിനേക്കാളും കൂടുതലായിട്ട് നമ്മളെന്താണ് ഡെപ്യൂട്ടി സ്പീക്കറെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങൾ പറയുന്നത് പാർലമെന്റിന്റെ എന്താണ് ഈ പറയുന്നത് ലോക്സഭയുടെ റൂൾസ് ആൻഡ് പ്രൊസീജിയർ കണ്ടക്ട് ഓഫ് ദ ബിസിനസ് ആ റൂളിനകത്താണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ലോക്സഭാ സ്പീക്കറെ നമ്മൾ പുറത്താക്കുന്നത് എന്നുള്ളതിനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ നമ്മൾ നോക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പത്രങ്ങളിലൊക്കെ വാർത്തയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓപ്പോസിഷൻ സബ്മിറ്റ്സ് നോട്ടീസ് ടു മൂവ് എ റെസൊല്യൂഷൻ ഫോർ ദ റിമൂവൽ ഓഫ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്ന് പറഞ്ഞിരിക്കുന്നു. സ്പീക്കർ ഡയറക്ട്സ് ദ ലോക്സഭാ സെക്രട്ടറി ടു കറക്റ്റ് ഹിം നോട്ടീസ് അഗൈൻസ്റ്റ് ഹിം എന്ന് പറഞ്ഞിരിക്കുന്നു. നോ കോൺഫിഡൻസ് മോഷൻ അഗൈൻസ്റ്റ് ദ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, വാട്ട് ഹാപ്പൻസ് നൗ. അടുത്തൊരു വാക്കും നോ കോൺഫിഡൻസ് മോഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് പത്രങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്കിവിടെ പല പത്രങ്ങളിലും നമുക്ക് ഈ പറയുന്ന നോ കോൺഫിഡൻസ് മോഷൻ അഗൈൻസ്റ്റ് ദ ലോക്സഭാ സ്പീക്കർ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് ഈ പറഞ്ഞ ലോക്സഭാ സ്പീക്കർക്കെതിരായിട്ടൊരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരുന്നതിനെ കുറിച്ച് അങ്ങനെ ഒരു ടേം ടെക്നിക്കലി അങ്ങനെ ഒരു ടേം എന്തില്ല നമുക്ക് ഭരണഘടനയിലോ നിയമവ്യവസ്ഥയിലോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പറയുന്നില്ല. ഓക്കെ, സ്പീക്കർക്ക് എതിരെ എന്താണ് സ്പീക്കറെ വിശ്വാസമില്ല, അതുകൊണ്ട് ഞങ്ങളൊരു എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ പുറത്താക്കണം എന്ന് പറഞ്ഞ പ്രമേയം അവതരിപ്പിക്കും എന്നൊരു കണ്ടക്സ്റ്റ് മാത്രമേ അവിടെയുള്ളൂ. അല്ലാതെ ടെക്നിക്കലി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു നോ കോൺഫിഡൻസ് മോഷൻ എഗൈൻസ്റ്റ് ദ സ്പീക്കർ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് വരുന്നില്ല. അതേപോലെ സ്പീക്കറെ പുറത്താക്കുന്നത് പലയിടത്തും ഇംപീച്ച്മെന്റ് എന്ന് ഈ അടുത്തിടയ്ക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇംപീച്ച്മെന്റ് എന്നൊരു പ്രൊവിഷനും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. നമ്മുടെ ഭരണഘടനാപരമായിട്ട് ആർട്ടിക്കിൾ നമ്പർ 61 ഒരേ ഒരു ഉദ്യോഗസ്ഥനെ പുറത്താക്കുന്നതിന് മാത്രമേ ഇംപീച്ച്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതാരാണ്? അത് നമ്മുടെ രാഷ്ട്രപതിയാണ്. ബാക്കി ഏത് ഉദ്യോഗസ്ഥരെ നമ്മൾ പുറത്താക്കുവാണെങ്കിൽ, ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആയിക്കോട്ടെ, നമ്മുടെ ഈ പറയുന്ന സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരായിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ അംഗങ്ങളായിക്കോട്ടെ, അവരെല്ലാം പുറത്താക്കുവാണെങ്കിൽ നമ്മൾ എന്തെന്നാ പറയുന്നത്, റിമൂവൽ എന്ന് മാത്രമേ എന്ത് പറയുന്നുള്ളൂ. പക്ഷേ പലപ്പോഴും നമ്മുടെ PSC പരീക്ഷകൾക്കൊക്കെ നമുക്ക് ഈ പറയുന്ന എന്താണ് ഇലക്ഷൻ കമ്മീഷനെ പുറത്താക്കുന്നത് എന്താണ് പറയുന്നത്, ഇംപീച്ച്മെന്റ്. സുപ്രീം കോടതി ജഡ്ജിനെ പുറത്താക്കുക എന്താണ് ഇംപീച്ച്മെന്റ് എന്നൊക്കെ പരീക്ഷകൾക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഭരണഘടനാപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരേ ഒരു ഉദ്യോഗസ്ഥനെ പുറത്താക്കുന്നതിന് മാത്രമേ ഇംപീച്ച്മെന്റ് ഉള്ളൂ. അതാരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണ്. ആർട്ടിക്കിൾ നമ്പർ 61 പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ലോക്സഭാ സ്പീക്കറെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആ ഭരണഘടനാപരമായുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്നത് നമ്മുടെ ലോക്സഭയുടെ അധ്യക്ഷനാണ് ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് ആർട്ടിക്കിൾ നമ്പർ 93 നമുക്ക് ആർട്ടിക്കിൾ 93 പറയുന്നത് ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ ലോക്സഭ സമ്മേളിച്ചതിന് ശേഷം നമുക്ക് ആദ്യം പ്രോട്ടൈം സ്പീക്കറെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അംഗങ്ങളെല്ലാം സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ പറയുന്നതിൻ്റെ കൂട്ട് രാഷ്ട്രപതി ലോക്സഭയ്ക്ക് വേണ്ടിയിട്ട് സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റുകളും മറ്റു കാര്യങ്ങളും ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോക്സഭയിൽ തന്നെ ഉള്ള 2 അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത്, സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറുമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിലുള്ള തെരഞ്ഞെടുപ്പാണ് സ്പീക്കറെ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ളത്. ആർട്ടിക്കിൾ നമ്പർ 93 അതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ നമ്പർ 94 സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഉദ്യോഗത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതും രാജിവെക്കുന്നതും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ നമ്പർ 94 നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കിത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ തന്നെയാണ്. നമുക്കിനി വരാൻ പോകുന്ന PSC പരീക്ഷകളായിക്കോട്ടെ, അതേപോലെ നമ്മുടെ സിവിൽ സർവീസിന് പരീക്ഷകളായിക്കോട്ടെ, ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷകൾ എല്ലാത്തിനും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖല തന്നെയാണ്. ഇതിന് മുമ്പ് നമുക്ക് സ്പീക്കറെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് PSCക്ക് തന്നെ നമുക്ക് വരികയും നമുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും അവർ ഔദ്യോഗികമായ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്നത് എപ്പോഴൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത്, അവർക്കിപ്പോൾ എന്തെങ്കിലും സ്പീക്കർ ആയിക്കോ ഡെപ്യൂട്ടി സ്പീക്കർ അവർക്ക് ലോക്സഭാ അംഗം എന്ന നിലയിൽ അവർക്ക് ആ സ്ഥാനം നഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സ്പീക്കറിൻ്റെ ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ സ്ഥാനവും നഷ്ടപ്പെടുന്നതായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻസിന് വിധേയമായിട്ട് സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും
ലോക്സഭ അംഗം എന്നൊരു സ്ഥാനം നഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് നഷ്ടപ്പെടുന്നതായിരിക്കും? സ്പീക്കർ സ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നഷ്ടപ്പെടുന്നതായിരിക്കും. ഓക്കെ, നോക്ക്, ലോക്സഭയിലെ അംഗങ്ങൾക്ക് മാത്രമേ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ആകാനായിട്ട് സാധിക്കത്തുള്ളൂ. അവരുടെ അംഗങ്ങളിടയിൽ നിന്നും തെരഞ്ഞെടുപ്പിലൂടെയാണ് സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും നമ്മൾ എന്ത് ചെയ്യുന്നത്? തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, രണ്ടാമതായിട്ട് പറയുന്നത് അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാവുന്നതാണ്? രാജിക്കത്ത് നൽകാവുന്നതാണ്. സ്പീക്കർ അദ്ദേഹത്തിന് രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ് നൽകുക? നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് നൽകുക. അതേസമയം ഡെപ്യൂട്ടി സ്പീക്കർ രാജിക്കത്ത് നൽകുന്ന ആർക്കാണെന്ന് അറിയാമോ? അത് സ്പീക്കർക്കുമായിരിക്കും. സ്പീക്കർ രാജിക്കത്ത് നൽകുന്ന ഡെപ്യൂട്ടി സ്പീക്കർക്കും, ഡെപ്യൂട്ടി സ്പീക്കർ അദ്ദേഹത്തിന് രാജിക്കത്ത് നൽകുന്ന ആർക്കുമായിരിക്കും? സ്പീക്കർക്കുമായിരിക്കും നൽകുന്നത്. ഓക്കെ, ഈ മൂന്നാമത്തെ പ്രൊവിഷനാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത്. 94C അതിനെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തെ നമുക്ക് എന്ത് ചെയ്യാം? അധികാരത്തിൽ നിന്നും പുറത്താക്കാവുന്നതാണ്. നമ്മുടെ ലോക്സഭയിൽ ഒരു പുറത്താക്കൽ പ്രമേയം അവതരിപ്പിച്ച് അത് ചർച്ച ചെയ്ത് വോട്ടിനിട്ട് പാസ്സാക്കി നമ്മുടെ സ്പീക്കർ എന്ത് ചെയ്യാം? അധികാരത്തിൽ നിന്നും പുറത്താക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴൊക്കെയാണ് സ്ഥാനം നഷ്ടപ്പെടുന്നത് ഒരിക്കൽ കൂടി പറയാം. സഭയിൽ അംഗമല്ലാതായി തീരുകയാണ് എന്നുണ്ടെങ്കിൽ സ്പീക്കർ ഡെപ്യൂട്ടി സ്ഥാനം പോകുന്നതായിരിക്കും. നോട്ടീസ് നൽകി നീക്കം ചെയ്യാവുന്നതാണ്. അവിടെ നോട്ടീസ് നൽകി നോക്കി കുറഞ്ഞത് 14 ദിവസത്തെ നോട്ടീസ് നൽകി നമുക്ക് പ്രമേയം പാസ്സാക്കിയാൽ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ എന്ത് ചെയ്യാം? നീക്കം ചെയ്യാവുന്നതാണ്. ഓക്കെ, അവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒരു നോട്ടീസ് പീരീഡ് എത്രയാണ്? നോട്ടീസ് പീരീഡ് 14 ദിവസം എന്ന് പറയുന്നതാണ് നോട്ടീസ് പീരീഡ് എന്ന് പറയുന്നത്. ഈ 14 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ലോക്സഭയിൽ അത് ചർച്ചയ്ക്ക് എടുക്കാവുന്നതാണ്, വോട്ടിടാവുന്നതാണ്, പാസ്സാക്കണമെങ്കിൽ അവിടെ നമുക്ക് എന്ത് വേണം? ഒരു ഭൂരിപക്ഷം നമുക്ക് വേണം. ആ ഭൂരിപക്ഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ പറയുന്നത്. ആ ഭൂരിപക്ഷത്തെ നമ്മൾ പറയുന്നത് എഫക്റ്റീവ് മെജോറിറ്റി എന്നാണ് നമ്മൾ പറയുക. എഫക്റ്റീവ് മെജോറിറ്റി. ഈ എഫക്റ്റീവ് മെജോറിറ്റി എന്താണ് എന്നുള്ളതൊന്നും നമുക്ക് എവിടെ പറയുന്നില്ല? നമ്മുടെ ഭരണഘടനയിൽ പറയുന്നില്ല. എഫക്റ്റീവ് മെജോറിറ്റി എന്നൊരു വാക്ക് നമുക്ക് എവിടെ ഇല്ല? ഭരണഘടനയിൽ നമുക്കില്ല. അപ്പോൾ എന്താണ് എഫക്റ്റീവ് മെജോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടിടുന്ന സമയത്ത് ലോക്സഭയിൽ എത്ര പേരുണ്ടോ അവരുടെ മെജോറിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എഫക്റ്റീവ് മെജോറിറ്റി എന്ന് നമ്മൾ വോട്ടിടുന്ന സമയത്ത് സഭയിൽ എത്ര പേരുണ്ടോ അവരുടെ മെജോറിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകളെല്ലാം കുറച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരായിരിക്കും നമുക്ക് എവിടെ ഉണ്ടായിരിക്കുക? നമുക്ക് ലോക്സഭയിൽ ഉണ്ടായിരിക്കാം. അവരുടെ മെജോറിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത്. ഓൾ ദ ദെൻ മെമ്പേഴ്സിൻ്റെ മെജോറിറ്റി, അതാണ് എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത്. പലയിടത്ത് ഈ എഫക്റ്റീവ് മെജോറിറ്റി അബ്സല്യൂട്ട് മെജോറിറ്റി എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ടുണ്ട്. അത് തെറ്റാണ് കേട്ടോ. എഫക്റ്റീവ് മെജോറിറ്റി ആ സമയത്ത് എത്ര പേരുണ്ട്, ആ സമയത്ത് എഫക്റ്റീവായിട്ട് സഭയിൽ എത്ര പേരുണ്ട്, അതാണ് എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത്. അവരുടെ ഭൂരിപക്ഷം നമുക്ക് ആവശ്യമാണ്. സഭയിൽ അപ്പോഴുള്ള അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിൽ എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു പ്രമേയം പാസ്സാക്കുകയും ചെയ്യണം. ഈ പ്രമേയം ചർച്ച ചെയ്യുന്ന സമയത്ത്, അതായത് ലോക്സഭാ സ്പീക്കറെ പുറത്താക്കുന്ന പ്രമേയം പരിഗണിക്കുന്ന വേളയിൽ ലോക്സഭാ സ്പീക്കർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അധ്യക്ഷ സ്ഥാനം വഹിക്കാനായിട്ട് സാധിക്കില്ല. അതായത് ആ സമയത്ത് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ആരായിരിക്കും? ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും അധ്യക്ഷ സ്ഥാനം വഹിക്കുക. ഇനി ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ ലോക്സഭാ അംഗങ്ങളുടെ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കും എന്ത് വഹിക്കുന്നത്? അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ ലോക്സഭാ സ്പീക്കർക്ക് അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെടുന്ന മറ്റൊരു സാഹചര്യമുണ്ട്. ലോക്സഭ പിരിച്ചുവിടുകയാണ് എന്നുണ്ടെങ്കിൽ ലോക്സഭാ സ്പീക്കർക്ക് അദ്ദേഹത്തിൻ്റെ ലോക്സഭാ സ്പീക്കറിന് സ്ഥാനം നഷ്ടപ്പെടുമോ? ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്ക്, ഇപ്പോൾ അധികാരത്തിലെ ലോക്സഭാ സ്പീക്കർ നമ്മുടെ ലോക്സഭ പിരിച്ചുവിടുകയാണെന്ന് അദ്ദേഹം ലോക്സഭാ സ്പീക്കർ എന്ന സ്ഥാനം അദ്ദേഹം നഷ്ടപ്പെടുന്നില്ല. അദ്ദേഹത്തിന് ആ ലോക്സഭാ സ്പീക്കറിന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നത് പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം അടുത്ത ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്ന സമയത്തായിരിക്കും നിലവിലുള്ള ലോക്സഭാ സ്പീക്കർ എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന് സ്ഥാനം ഒഴിയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ തലവനായിട്ടുള്ളത് ആരാണ്? നമ്മുടെ ലോക്സഭാ സ്പീക്കറാണ്. ആ ലോക്സഭാ സ്പീക്കറാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് തലവൻ. ഈ ലോക്സഭ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ലോക്സഭാ സെക്രട്ടേറിയറ്റ് എന്ത് ചെയ്യും? പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ലോക്സഭാ സ്പീക്കർക്ക് എന്ത് ചെയ്യാത്തത്? ലോക്സഭ പിരിച്ചുവിട്ടാലും ലോക്സഭാ സ്പീക്കറിന്റെ സ്ഥാനം എന്ത് ചെയ്യാൻ നഷ്ടപ്പെടാതെ. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കാര്യം അങ്ങനെയല്ല. ലോക്സഭ പിരിച്ചുവിടുകയാണ് എന്നുണ്ടെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനം എന്ത് ചെയ്യുന്നതായിരിക്കും? നഷ്ടപ്പെടുന്നത് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഭരണഘടനയിൽ ആർട്ടിക്കിൾ 94 ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാനായിട്ട് പോവുകയാണ്. അപ്പോൾ ലോക്സഭാ സ്പീക്കറെയോ ഡെപ്യൂട്ടി സ്പീക്കറെയോ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുന്നത് റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ലോക്സഭ റൂൾസിനകത്താണ് പറയുന്നത്. ആ റൂൾസിനകത്ത് 200 മുതൽ 203 വരെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് സ്പീക്കറെ ഡെപ്യൂട്ടി സ്പീക്കറെയും പുറത്താക്കുന്ന നടപടിക്രമങ്ങൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോക്സഭാ സ്പീക്കറെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഒരു പ്രമേയം തയ്യാറാക്കണം. ആ പ്രമേയം എഴുതി തയ്യാറാക്കി ആർക്ക് നൽകുക? ലോക്സഭയുടെ സെക്രട്ടറി ജനറൽക്ക് നൽകുക. നൽകണം. അതായത് നമ്മൾ നോട്ടീസ് സമർപ്പിക്കുന്നു എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക പറയാം. നോട്ടീസിനകത്ത് 2
രണ്ടോ അതിലധികമോ അംഗങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒപ്പിടാവുന്നതാണ്. കുറഞ്ഞത് 14 ദിവസത്തെ നോട്ടീസ് നൽകിയിട്ടില്ലെങ്കിൽ പ്രമേയം എന്ത് ചെയ്യാനും പറ്റത്തില്ല, സഭയിൽ അവതരിപ്പിക്കാനും പറ്റില്ല. അതായത് ആദ്യം നമ്മൾ ലോക്സഭാ സെക്രട്ടറിക്ക് എന്ത് കൊടുക്കുന്നു, സെക്രട്ടറി ജനറലിന് ഒരു പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രമേയം നോട്ടീസ് നൽകുന്നു. ആ നോട്ടീസ് അതിനുശേഷം 14 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, സഭയിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. 14 ദിവസം നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സഭയിൽ അത് എന്ത് ചെയ്യാനും പറ്റത്തില്ല, അവതരിപ്പിക്കാനും സാധിക്കുന്നത് അല്ല. നോട്ടീസ് ലഭിച്ചതിന് ശേഷം പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി തേടുന്ന മോഷൻ അംഗങ്ങളുടെ പേരുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോക്സഭയുടെ ബിസിനസ്സിൽ നടപടിക്രമങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. നിശ്ചയിക്കുന്ന തീയതി 14 ദിവസത്തെ നോട്ടീസ് കാലാവധി കഴിഞ്ഞ ശേഷമുള്ള ഏതെങ്കിലും ഒരു ദിവസമായിരിക്കണം. ഈ 14 ദിവസത്തെ നോട്ടീസ് പീരീഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു പ്രമേയം നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത്. തുടർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ചട്ടങ്ങൾ പ്രകാരം പ്രമേയം എന്ത് ചെയ്യാണ്, ചർച്ച ചെയ്യാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ലോക്സഭാ സ്പീക്കർക്കെതിരായിട്ടുള്ള ഈ പ്രമേയം നമ്മൾ സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തുടർന്ന് എന്തൊക്കെയാണ് സഭയിൽ നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ആ ഒരു പ്രമേയം സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന അംഗങ്ങൾ തങ്ങളുടെ സീറ്റുകളിൽ എന്ത് ചെയ്യണം, എഴുന്നേറ്റ് നിൽക്കണം. അതായത് ആദ്യം നമ്മൾ നോട്ടീസ് രണ്ടോ അതിലധികം ആൾക്കാർ ഒപ്പിട്ട് നമ്മൾ സ്പീക്കർക്ക് കൊടുത്താൽ മതി, ലോക്സഭാ സെക്രട്ടറി ജനറൽ കൊടുത്താൽ മതി. ലോക്സഭാ സെക്രട്ടറി ജനറൽ കൊടുക്കുന്നു, 14 ദിവസം നോട്ടീസ് നൽകുന്നു. അതിനുശേഷം നമ്മളൊരു ദിവസം ഫിക്സ് ചെയ്തു, ചർച്ചയിൽ എന്ത് ചെയ്യാണ്, ചർച്ചയ്ക്ക് വേണ്ടി എടുക്കുകയാണ്. ചർച്ചയ്ക്ക് എടുക്കുന്ന സമയത്ത് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നോട്ടീസിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരെല്ലാം എന്ത് ചെയ്യണം, നമ്മുടെ സഭയിൽ എഴുന്നേറ്റ് നിൽക്കണം. അങ്ങനെ കുറഞ്ഞത് അംഗങ്ങളെങ്കിലും എന്തുണ്ടായിരിക്കണം, എഴുന്നേറ്റുണ്ടായിരിക്കും. കുറഞ്ഞത് അംഗങ്ങളുടെ പിൻബലമെങ്കിലും, കുറഞ്ഞത് 50 അംഗങ്ങളുടെയെങ്കിലും പിൻബലമെങ്കിലും സഭയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സഭയിൽ ചർച്ചയ്ക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. 50 അംഗങ്ങളുടെ പിൻബലം ഇല്ല എന്നുണ്ടെങ്കിൽ സഭയിൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ചർച്ചയ്ക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പോൾ നമ്മൾ ഓം ബിർള അദ്ദേഹത്തെ പുറത്താക്കുന്ന പ്രമേയം നമ്മൾ 106 ആൾക്കാരുടെ പിന്തുണയുണ്ട്. 106 ആൾക്കാരുടെ പിന്തുണ ഉണ്ട് കേട്ടോ. 50 മതി. പക്ഷേ ഇപ്പോൾ എത്ര ആൾക്കാരുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട്, 106 ആൾക്കാരുടെ പിന്തുണ എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അധ്യക്ഷൻ പ്രമേയത്തിന് സഭയുടെ അനുമതി ലഭിച്ചതായി പ്രഖ്യാപിക്കുകയും 10 ദിവസത്തിനൊരു ഒരു ദിവസം നിശ്ചയിച്ച് പ്രമേയം എന്ത് ചെയ്യുന്നു, പരിഗണിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നു. 50-ൽ കുറവ് അംഗങ്ങളാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പുറത്താക്കൽ പ്രമേയം എന്ത് ചെയ്യും, അവിടെ വെച്ച് ഫെയിലാകും, അവസാനിക്കുന്നതും ആയിരിക്കും. കൂടാതെ ആവശ്യമായ നോട്ടീസ് നൽകാതെ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ നീക്കം ചെയ്യുന്നതിനാൽ സമർപ്പിക്കുന്ന ഏതൊരു പ്രമേയം എന്ത് ചെയ്യേണ്ടതില്ല, പരിഗണിക്കേണ്ടതില്ല. അതായത് കൃത്യമായിട്ട് നോട്ടീസ് ഒന്നും നൽകാതെ ലോക്സഭാ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറെ പുറത്താക്കുന്ന പ്രമേയം നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ല. അത്തരം സാഹചര്യങ്ങളിൽ നടപടിക്രമം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുന്നതായിരിക്കും, ഫെയിലായി പോകുന്നതായിരിക്കും, അവസാനിക്കുന്നതും ആയിരിക്കും. നിശ്ചയ ദിവസത്തിൽ ആ പ്രമേയം സഭയുടെ പ്രവർത്തന പട്ടികയിൽ ഉൾപ്പെടുത്തി എന്ത് ചെയ്യുന്നതായിരിക്കും, ചർച്ചയ്ക്ക് എടുക്കുന്നതായിരിക്കും. പ്രമേയം അവതരിപ്പിച്ച അംഗം അല്ലെങ്കിൽ അംഗങ്ങൾക്ക് അധ്യക്ഷന്റെ അനുമതിയോട് കൂടിയിട്ട് ഒരു പരമാവധി 15 മിനിറ്റ് വരെ എന്ത് ചെയ്യുന്നതായിരിക്കും, സംസാരിക്കാനായിട്ട് അനുവദിക്കുന്നതായിരിക്കും. ഈ ഒരു പ്രമേയം അവതരിപ്പിച്ച ആൾക്ക് അല്ലെങ്കിൽ അവതരിപ്പിച്ച അംഗങ്ങൾക്ക് സഭാ അധ്യക്ഷൻ ആ സമയത്ത് ആരായിരിക്കും, ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ അനുമതിയോട് കൂടിയിട്ട് മാക്സിമം ഒരു 15 മിനിറ്റ് വരെ എന്ത് ചെയ്യുന്നതായിരിക്കും, സംസാരിക്കാവുന്നതായിരിക്കും. ആ 15 മിനിറ്റ് അവർ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സ്പീക്കറെ പുറത്താക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണോ അതിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അല്ലാതെ അതിന് വെളിയിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, സംസാരിക്കാനായിട്ട് പാടില്ല. തോന്നുന്ന കാര്യങ്ങളൊന്നും പറയാനായിട്ട് പാടില്ല. സഭയിൽ എന്താണോ നമുക്ക് സ്പീക്കറെ പുറത്താക്കാനുള്ള സാഹചര്യം, ആ സാഹചര്യത്തെക്കുറിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ, അവരുടെ വാദമുഖങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അവതരിപ്പിക്കാനായിട്ട് പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പ്രമേയം നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോക്സഭാ സ്പീക്കറുടെ പങ്ക് എന്തായിരിക്കും എന്നുള്ള കാര്യം കൊണ്ട് നമുക്ക് നോക്കാം. നോക്ക്, സ്പീക്കറെ പുറത്താക്കുന്ന പ്രമേയം നമ്മുടെ സഭ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മുടെ സഭയ്ക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ആരായിരിക്കും, ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു. ഇനി ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ സഭയിൽ നിന്നുള്ള ഏതെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അംഗമായിരിക്കും എന്ത് ചെയ്യുക, ഈ പറയുന്നതിനോട്ട് അധ്യക്ഷ സ്ഥാനം ആ സമയത്ത് വഹിക്കുക എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് ലോക്സഭാ സ്പീക്കറെ പുറത്താക്കുന്ന പ്രമേയം പരിഗണിക്കാനായിട്ട് ഒരിക്കലും ലോക്സഭാ സ്പീക്കർക്ക് അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കാനായിട്ട് സാധിക്കത്തില്ല. അത് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന് എതിരായിട്ടുള്ള സാഹചര്യമാണ്. ഓക്കെ, പക്ഷെ അതേസമയം നമ്മുടെ ലോക്സഭാ സ്പീക്കർക്ക് എന്തിനുള്ള അധികാരമുണ്ടെന്നറിയാമോ? അദ്ദേഹത്തിന് സഭയിൽ ചർച്ചകളിൽ പങ്കെടുക്കാനും അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ ഉന്നയിക്കാനും അദ്ദേഹത്തിന് ഡിഫൻസ് പറയാനും ഒക്കെ ഉള്ള അധികാരം അദ്ദേഹത്തിനുണ്ടായിരിക്കും. ആ സമയത്ത് അദ്ദേഹത്തിന് ബാക്കി ഒരു സാധാ ഒരു MP-യുടെ കൂട്ട് തന്നെ എന്ത് ചെയ്യാവുന്നതാണ്, സഭയിൽ അദ്ദേഹത്തെ പുറത്താക്കുന്ന പ്രമേയം പരിഗണിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, സഭയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. പക്ഷെ അദ്ദേഹം വോട്ട്
വോട്ട് ചെയ്യുന്നത് എപ്പോഴാണ് എന്നുള്ളൊരു കാര്യവും നിങ്ങൾ പഠിച്ചിരിക്കുക. അദ്ദേഹം വോട്ട് ചെയ്യുന്നത് എല്ലാ അംഗങ്ങളും വോട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യ സമയത്ത് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നതായിരിക്കും, വോട്ട് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ ഒരു ടൈ ബ്രേക്ക് വന്ന് നിൽക്കുമ്പോൾ ആ ടൈ ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് കാസ്റ്റിംഗ് വോട്ട് എന്ന രീതിയിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വോട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അത് സ്പീക്കറെ പുറത്താക്കുന്ന ആ ഒരു പ്രമേയം സഭ ചർച്ച ചെയ്ത് വോട്ടിന് സമയത്ത് നമ്മുടെ ലോക്സഭാ സ്പീക്കർക്ക് അദ്ദേഹം എല്ലാ അംഗങ്ങളും വോട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആദ്യം തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാവുന്നതാണ്, ആ ഒരു പ്രമേയത്തിനകത്ത് വോട്ട് ചെയ്യാവുന്നതാണ്. അല്ലാതെ അവസാനം നമ്മുടെ ലോക്സഭാ സ്പീക്കർക്ക് ബില്ലൊക്കെ ടൈ ആയിരുന്നു വരുന്ന സമയത്ത് ആ ടൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കാസ്റ്റിംഗ് വോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതേപോലെ നമുക്ക് ഈ പറയുന്ന സ്പീക്കറെ പുറത്താക്കുന്ന പ്രമേയം വോട്ടിന് ശേഷം അത് ടൈ വരികയാണെങ്കിൽ ആ ടൈ ബ്രേക്ക് ചെയ്യാനായിട്ട് ലോക്സഭാ സ്പീക്കർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാസ്റ്റിംഗ് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. സ്പീക്കറെ നീക്കം ചെയ്യാൻ പ്രമേയം സഭയിൽ ചർച്ച ചെയ്തിരിക്കുമ്പോൾ സ്പീക്കർ തൻ്റെ പദവിയിൽ തുടരുന്നു. അതേസമയം ലോക്സഭയിൽ ഒരു അംഗമെന്ന നിലയിലായിരിക്കും അദ്ദേഹം എന്ത് ചെയ്യുന്നത്, തുടരുന്നത് കേട്ടോ. ഈ സഭാ നടപടിയിൽ പങ്കെടുക്കാനും സംസാരിക്കാനും അദ്ദേഹത്തിന് അവകാശമുണ്ട്. പ്രമേയത്തിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ആദ്യഘട്ടത്തിൽ വോട്ട് ചെയ്യാനും അവകാശം സ്പീക്കർക്കുണ്ട്. എന്നാൽ വോട്ടുകൾ തുല്യമായാൽ ടൈ കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിക്കാനായിട്ട് സ്പീക്കർക്ക് അധികാരം ഉണ്ടായിരിക്കത്തില്ല താൻ. ഓക്കെ, നമുക്ക് ഇതുവരെ നമ്മുടെ ലോക്സഭാ സ്പീക്കർക്ക് എത്ര ലോക്സഭാ സ്പീക്കർമാർക്ക് എതിരായിട്ട് നമുക്ക് ഈ പറയുന്നതിനുള്ള ആ ഒരു പ്രമേയം വന്നിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഇതുവരെ നമുക്ക് 3 തവണയാണ് ലോക്സഭാ സ്പീക്കർമാരെ പുറത്താക്കാനുള്ള പ്രമേയം എന്ത് ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് 1954 വരുന്നത്. 54 ആദ്യത്തെ ലോക്സഭാ സ്പീക്കറായ GV മവലങ്കർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1966 വരുന്നത് ഹുക്കം സിംഗിനെതിരായിട്ടാണ് വന്നത്. പിന്നെ 1987 നമുക്ക് ബൽറാം ഝാക്കർക്കെതിരായിട്ടാണ് നമുക്ക് ഈ പറയുന്ന എന്ത് ചെയ്തു, ഇതിനു മുമ്പ് ലോക്സഭാ സ്പീക്കർമാർക്കെതിരെ നമുക്ക് പുറത്താക്കൽ പ്രമേയങ്ങൾ നമുക്ക് ലോക്സഭയിൽ വന്നിട്ടുള്ളത്. 3 തവണയും എന്ത് ചെയ്തു, അത് ഫെയിലായി പോവുകയാണ് ചെയ്തത്. ഓക്കെ, കാരണം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഏത് ഭൂരിപക്ഷമാണ് നമുക്ക് വേണ്ടത്, വോട്ടിന് സമയത്ത് സഭയിലെ ആ സമയത്തുള്ള അംഗങ്ങളുടെ എണ്ണമാണോ അതിൻ്റെ മെജോറിറ്റിയാണ് നമുക്ക് വേണ്ടത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സഭയിൽ നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് ആ സമയത്തുള്ള അംഗങ്ങളുടെ എണ്ണം 520 ആണ് എന്ന് കരുതുക. 520 ഉള്ളൂ. അപ്പോൾ 520ൻ്റെ ഭൂരിപക്ഷമാണ് നമുക്ക് വേണ്ടത്. 520ൻ്റെ ഭൂരിപക്ഷം പകുതിയേക്കാളും കൂടുതലാണ്. അതായത് 261 ആൾക്കാരുടെ എന്ത് മതി, സപ്പോർട്ട് മതി അത് പാസ്സാക്കാനായിട്ട് കേട്ടോ. അതാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്, മെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലോക്സഭയിൽ ഭരണപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള ഒരു സാഹചര്യമാണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ പറയുന്നതിന് ലോക്സഭാ സ്പീക്കറെ നമുക്ക് അങ്ങനെ അങ്ങ് പുറത്താക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. ഇപ്പോഴാണെങ്കിലും നമുക്ക് ഈ പറയുന്നത് നമ്മുടെ ഭരണപക്ഷത്തിന് നല്ല ഭൂരിപക്ഷമുണ്ട്. അതേപോലെ തന്നെ ലോക്സഭാ സ്പീക്കറെ പുറത്താക്കാനുള്ള ഈ ഒരു പ്രമേയം പാസ്സാക്കി എടുക്കാനുള്ള സാഹചര്യം എന്താണ്, നമുക്ക് വളരെ വളരെ കുറവാണ് എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇനി ലോക്സഭാ സ്പീക്കർ ഇപ്പോഴത്തെ പുറത്താക്കാനായിട്ട് അദ്ദേഹത്തിനെതിരെ ഈ ഒരു പുറത്താക്കൽ പ്രമേയം കൊണ്ടുവരാൻ സാഹചര്യം നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം ലോക്സഭയിൽ അദ്ദേഹം കൃത്യമായിട്ട് സംസാരിക്കാനുള്ള ഒരു സമയം നൽകുന്നില്ല. അദ്ദേഹം സംസാരിക്കാനുള്ള അതിനകത്ത് എന്ത് ചെയ്യണം, അനാവശ്യമായിട്ട് ഇടപെടുകയാണ്. നമ്മുടെ സ്പീക്കർ എന്ത് ചെയ്യുന്നു, ഒരു പക്ഷാഭേദപരമായിട്ട് നമ്മുടെ പ്രതിപക്ഷത്തിനെതിരെയൊക്കെ എന്ത് ചെയ്യുന്നു നടപടികൾ സ്വീകരിക്കുന്നു, അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്നു എന്ന രീതിയിലേക്കുള്ള ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഭരണഘടനയിലാണെങ്കിലും നമുക്ക് ഈ പറയുന്നതിനുണ്ട് നമുക്ക് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ലോക്സഭയാണെങ്കിലും അതിനകത്തും സ്പീക്കറെ പുറത്താക്കാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, മെൻഷനിങ് ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ആ ആരോപണം എന്ന് പറയുമ്പോൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ആരോപണങ്ങളായിരിക്കണം, അല്ലാതെ ചുമത വേഗമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഡിഫമേറ്ററി ആയിട്ടുള്ള ആരോപണങ്ങളൊന്നും ആയിരിക്കാനായിട്ട് പാടില്ല താനും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്സഭാ സ്പീക്കറുടെ പുറത്താക്കലുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. എക്സാം പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സാമിന് നമുക്ക് ഇത്രയും ഡെപ്തിലേക്കൊന്നും പോയിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ട് നമുക്കില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാവുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് പുതിയൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക. അപ്പോൾ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കർ ആയിരുന്ന വ്യക്തി ആരാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.